നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ടിബറ്റ് അതിർത്തിയിൽ വീണ്ടും ഒരു അണക്കെട്ട് തകർന്നു. വെള്ളപ്പൊക്ക സാധ്യത നിലനിൽക്കുന്നതുകൊണ്ട് സുരക്ഷാസേന രക്ഷാപ്രവർത്തകർ സുരക്ഷിത സ്ഥാനത്തേക്ക് പോകണമെന്ന് ചൈനയുടെ മുന്നറിയിപ്പ്. നേപ്പാളും സമാനമായ മുന്നറിയിപ്പ് നൽകി. ഹിമാനികൾ തകർന്ന് 469 പേർ മരിച്ച വെള്ളപ്പൊക്കത്തിന് 2 ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ പുതിയ മുന്നറിയിപ്പ്. രക്ഷാപ്രവർത്തനങ്ങൾക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും വിന്യസിച്ചിരിക്കുന്ന എല്ലാ സുരക്ഷാ ഉദ്യോഗസ്ഥരും രക്ഷാപ്രവർത്തകരും പൊതുജനങ്ങളും ജാഗ്രത പാലിക്കണമെന്നും ഉടൻ തന്നെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറണമെന്നുമാണ് നേപ്പാൾ നൽകിയ മുന്നറിയിപ്പ്. ചൈന നേപ്പാൾ അതിർത്തിയിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് അവശിഷ്ടങ്ങളുടെ കൂമ്പാരം രൂപപ്പെട്ട തടാകം രക്ഷാപ്രവർത്തകർ ഇപ്പോൾ കടന്നുപോകുന്ന പ്രദേശത്തേക്ക് കരകവിഞ്ഞൊഴുകാൻ തുടങ്ങി. ഓഗസ്റ്റ് 26 രാവിലെ നേപ്പാളിലെ റാസുവ ജില്ലയിൽ ചൈനയുടെ ടിബറ്റ് അതിർത്തിക്ക് സമീപമുള്ള ഫോർട്ടേക്കോശി നദീതടത്തിൽ അപ്രതീക്ഷിതമായി അതിശക്തമായ വെള്ളപ്പാച്ചിൽ. ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രയാണ് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഏകദേശ രൂപമില്ല. ഈ പ്രളയജലം താഴേക്ക് തൃശ്ശൂലി നദീതടത്തിലേക്ക് പതിച്ചു. റാസുവയ്ക്ക് പുറമെ നുവാക്കോട്ട് ഉൾപ്പെടെയുള്ള താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. റോഡുകൾ, പാലങ്ങൾ, കെട്ടിടങ്ങൾ, വൈദ്യുതി പദ്ധതികൾ, അതിർത്തി അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയൊക്കെ തകർത്തെറിഞ്ഞാണ് സംഹാരരൂപിയായി വെള്ളവും പാറകളും മറ്റ് ചെളിയും നിറഞ്ഞ കുഴപ്പ് അതിശക്തിയിൽ താഴോട്ട് പതിച്ചത്. 400-ലധികം മൃതദേഹങ്ങൾ ഇതിനകം കണ്ടെത്തി. ടിബറ്റിലും നേപ്പാളിലുമായി 1600-ലധികം ആളുകളെ കാണാതായി. സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. നേപ്പാളിലെ 3 ജില്ലകളെ മായ്ച്ചു കളഞ്ഞ മിന്നൽ പ്രളയം. കരസേനയും പോലീസും ദുരന്ത നിവാരണ സേനയും ചേർന്ന് ഇതുവരെ 100-ലേറെ പേരെ രക്ഷിച്ചു. അപകടത്തിൽ പരിക്കേറ്റ പലരുടെയും നില ഗുരുതരമാണ്. നേപ്പാളിൽ 900-ലേറെ ആളുകളെയും ടിബറ്റിൽ 600-ലേറെ ആളുകളെയും കാണാനുണ്ട്. ഇതിൽ 517 പേർ വിദേശികൾ. കൈലാസ മാനസരോവർ യാത്രയ്ക്കെത്തിയവരാണ് ഏറെയും. രക്ഷാപ്രവർത്തനത്തിന് വിദേശ സഹായം വേണ്ട എന്നാണ് നേപ്പാൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. രാജ്യത്ത് ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടെന്നും വിദേശ സംഘങ്ങൾ എത്തിയാൽ ഏകോപനത്തെ ബാധിക്കുമെന്നും നേപ്പാൾ പറയുന്നു. റോഡുകളും പാലങ്ങളുമൊക്കെ ഒലിച്ചുപോയി. 10 അടിയിലേറെ ഉയരത്തിൽ മണ്ണടിഞ്ഞുകൂടിയത് രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. ദുരന്തം വിതച്ച നുവാക്കോട്ടിലെത്തിയ പ്രധാനമന്ത്രി ബാലൻ ഷാ രക്ഷാപ്രവർത്തനം വിലയിരുത്തി. ടിബറ്റിൽ ചൈനയും രക്ഷാപ്രവർത്തനം ശക്തമാക്കി. കേരളത്തിൽ നിന്നുള്ള 33 പേരടക്കം 285 ഇന്ത്യക്കാരെയാണ് നേപ്പാളിൽ കാണാതായത്. 84 ഇന്ത്യക്കാരെ ഇതിനകം രക്ഷപ്പെടുത്തി. കൈലാസ മാനസരോവർ തീർത്ഥാടകരും വിനോദസഞ്ചാരികളും പവർ പ്ലാന്റ് നിർമ്മാണത്തിന്റെ ഭാഗമായവരുമടക്കം ഇന്ത്യക്കാരെ നേപ്പാളിൽ കാണാതായി. കാണാതായവരിൽ 33 പേർ കേരളത്തിൽ നിന്നുള്ളവരാണ്. പ്രളയജലം താഴേക്ക് ഒഴുകിയെത്തുന്നതിനാൽ നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന UP, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം. 288 പൗരന്മാരെ കാണാതായി എന്നും ഇവരിൽ 33 പേർ മലയാളികളാണ് എന്നതുമാണ് ഏറ്റവും പുതിയ വിവരം. ഇവരുമായി ഒരു തരത്തിലുള്ള ബന്ധവും പുനഃസ്ഥാപിക്കാൻ ഇതുവരെ കഴിഞ്ഞില്ല എന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. എന്നാൽ നേപ്പാളിലേക്ക് പോയ 56 മലയാളികളുമായി ഇതിനകം ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞു എന്ന് മന്ത്രി AP അനിൽകുമാർ പറയുന്നു. കുട്ടികൾ ഉൾപ്പെടെ 53 മലയാളികൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നതായി നോർക്ക റൂട്ട്സ് അറിയിക്കുന്നു. ഇവരുമായി നേരിട്ട് ബന്ധപ്പെടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ 53 പേരെ കൂടാതെ കാസർഗോഡ് കാഞ്ഞങ്ങാട് നിന്നുള്ള 36-അംഗ സംഘവും കോട്ടയം സ്വദേശികളായ 16-അംഗ സംഘവും സുരക്ഷിതരാണ് എന്ന് ഇന്ത്യൻ വിദേശകാര്യ വക്താവ് അറിയിക്കുന്നു. ഇവർ നേപ്പാളിലെ മറ്റു ഭാഗങ്ങളിലേക്കാണ് യാത്ര ചെയ്തത്. ഈ സംഘങ്ങളുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞുവെന്ന് നോർക്ക വ്യക്തമാക്കി. ചിലർ കുടുംബസമേതം ടൂർ ഗ്രൂപ്പുകളുടെ ഭാഗമായി അവധി ആഘോഷത്തിനായി നേപ്പാളിലെത്തി. നേപ്പാളിലെ ചാച്ചൻ, ഖോല, പ്യൂരപ്പു, സാങ്പോ നദികളുടെ സംഗമസ്ഥാനത്ത് രൂപപ്പെട്ട തടാകങ്ങളിലെ മൺതിട്ട അടുത്ത 3 ദിവസത്തിനുള്ളിൽ തകരാൻ സാധ്യതയുണ്ട് എന്ന് ചൈനീസ് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. ചൈന നേപ്പാൾ അതിർത്തിയിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ 100 ആളുകൾ മരിക്കുകയും 1000 ആളുകളെ കാണാതാവുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ചൈനയുടെ മറ്റൊരു മുന്നറിയിപ്പ്. ഈ തടാകത്തിൽ ഏകദേശം 20 ലക്ഷം ക്യൂബിക് മീറ്റർ വെള്ളം ശേഖരിക്കപ്പെട്ടിട്ടുണ്ടെന്നും അത് കരകവിഞ്ഞൊഴുകുകയാണെന്നും ചൈനയുടെ ജലവിഭവ മന്ത്രാലയം പറയുന്നു. അടുത്ത 3 ദിവസത്തിനുള്ളിൽ 30 ലക്ഷം ക്യൂബിക് മീറ്റർ വെള്ളം കൂടി തടാകത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഈ അണക്കെട്ട് തകരാനുള്ള സാധ്യത വർദ്ധിക്കുന്നുവെന്നാണ് ചൈനയുടെ മുന്നറിയിപ്പ്. ആധുനികതയും സാങ്കേതികവിദ്യയും മനുഷ്യൻ അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ പലപ്പോഴും പ്രകൃതി ദുരന്തങ്ങൾ നമ്മെ തകർത്തെറിയും.
നേപ്പാൾ പ്രളയത്തിൻ്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ അത് മനുഷ്യഹൃദയങ്ങൾ അക്ഷരാർത്ഥത്തിൽ തകർത്തെറിയുന്നു. ഉപഗ്രഹ ദൃശ്യങ്ങളും രക്ഷാപ്രവർത്തകർ പകർത്തിയ ദൃശ്യങ്ങളുമടക്കം ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ നിരവധി ദൃശ്യങ്ങളാണ് ലഭ്യമാകുന്നത്. രക്ഷാപ്രവർത്തകർ ഹെലികോപ്റ്ററുകളിൽ നിന്ന് പകർത്തിയ ആകാശ ദൃശ്യങ്ങൾ ദുരന്തത്തിൻ്റെ വ്യാപ്തിയും ഭീകരതയും വ്യക്തമാക്കുന്നു. ഒരു ഗ്രാമം മുഴുവൻ വെള്ളത്തിനടിയിലാവുകയും ചെളി അവശിഷ്ടങ്ങൾ കൊണ്ട് മൂടിയ നിലയിലും പ്രളയത്തിൻ്റെ ശക്തിയിൽ നിരവധി കെട്ടിടങ്ങളും വീടുകളും തകർന്ന് ഒലിച്ചു പോകുന്നു. പല കെട്ടിടങ്ങളും മണ്ണും ചെളിയും മൂടിയ അവസ്ഥയിൽ. ഹെലികോപ്റ്ററുകളിൽ നിന്നും ഡ്രോണുകളിൽ നിന്നും പകർത്തിയ ദൃശ്യങ്ങൾ അതിഭീകരം. റോഡുകളും പാലങ്ങളും തകർന്ന് ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ട നില. പല സ്ഥലങ്ങളിലും റോഡുകളുണ്ടായിരുന്നു, പാലങ്ങളുണ്ടായിരുന്നു എന്നതിൻ്റെ യാതൊരുവിധ അടയാളങ്ങളും അവശേഷിപ്പിക്കുന്നില്ല. പല ഗ്രാമങ്ങളും അവിടെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ അടയാളങ്ങൾ പോലും ഇപ്പോഴില്ല. അപ്രതീക്ഷിതമായി എത്തിയ മിന്നൽ പ്രളയത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾ സുരക്ഷിത താവളങ്ങളിലേക്ക് മാറി. കുടിവെള്ളവും ഭക്ഷണവുമില്ലാതെ ജനങ്ങൾ കടുത്ത ദുരിതത്തിൽ. റോഡുകൾ തകർന്നതും കാലാവസ്ഥ പ്രതികൂലമായതും ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിക്കുന്നതിന് വലിയ വെല്ലുവിളി ഉയർത്തുന്നു. ഹിമാനിയുടെ ഭാഗങ്ങളോ ശിഥിലമാകുന്ന ഗ്ലേഷ്യൽ തകർച്ച മൂലമാണ് ഇത്ര വലിയ ദുരന്തമുണ്ടായത് എന്ന് US ജിയോളജിക്കൽ സർവേ പറയുന്നു. ഡേറ്റ വിശകലനം ചെയ്തുകൊണ്ട് അപകടത്തിൻ്റെ വ്യാപ്തി അവർ വിശദീകരിക്കുന്നു. തകർന്ന ഹിമാനിയുടെ ആഘാതം ഒരു താഴ്വരയുടെ അടിത്തട്ടിൽ പതിച്ചതിനെ തുടർന്നാണ് തീവ്രത 5.2 ആയി രേഖപ്പെടുത്തുന്നത്. ഹിന്ദുക്കുഷ് ഹിമാലയ മേഖലയിലെ ഹിമാനി ഉരുകുന്നതിന് പിന്നിൽ കാലാവസ്ഥ വ്യതിയാനമാണ് മുഖ്യ കാരണമെന്ന് അവർ പറയുന്നു. രക്ഷാപ്രവർത്തനങ്ങൾ തുടരുന്നതിനിടയിൽ സംഭവങ്ങളുടെ കൃത്യമായ ക്രമം ശാസ്ത്രജ്ഞർ ശേഖരിക്കുകയാണ്. വലിയൊരു ഹിമാനിയുടെ അടിഭാഗം വടക്കു പടിഞ്ഞാറ് ദിശയിലേക്ക് തകർന്നു വീഴുന്നു. ഇതിനെ തുടർന്ന് മഞ്ഞുപാളികളും വലിയ പാറക്കഷ്ണങ്ങളും ചെളിയുമൊക്കെ നദിയിലേക്ക് പതിക്കുന്നു. വലിയൊരു മണ്ണിടിച്ചിൽ എന്നതുപോലെ ദുരന്തം രൂപപ്പെടുന്നു. പിന്നീട് വെള്ളം നദിയിൽ വലിയ തോതിൽ കെട്ടി നിൽക്കുന്നു. നദി ഒരു തടയണ പോലെ രൂപാന്തരപ്പെടുന്നു. വലിയ വെള്ളപ്പൊക്കമായി ഇത് രൂപാന്തരപ്പെടുകയും തുടർന്ന് തടയണ പൊട്ടി വെള്ളം താഴേക്ക് പതിക്കുകയും ചെയ്യുന്നു. ഒപ്പം ചെളിയും മണ്ണും കല്ലും ഹിമപാനികളും. നേപ്പാളിൻ്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ നിന്ന് ഏകദേശം 40 മൈൽ അകലെയാണ് ഈ അതിർത്തി. അതിവേഗം പാഞ്ഞു വരുന്ന മിന്നൽ പ്രളയത്തിൽ നിന്ന് ആളുകൾ ഓടി രക്ഷപ്പെടാനുള്ള ശ്രമം. എന്നാൽ മണ്ണും പാറയും നിറഞ്ഞ വലിയൊരു വെള്ളപ്പൊക്കം ഒരു മതിൽ എന്നതുപോലെ കെട്ടിടങ്ങളും റോഡുകളും വാഹനങ്ങളും തൂത്തെറിഞ്ഞ് മിന്നൽ വേഗത്തിൽ പതിക്കുന്നു. ഒരു വീഡിയോയിൽ തൃശ്ശൂലി നദിക്കരയിലുള്ള ഒരു മലയിടുക്കിലൂടെ വെള്ളവും ചെളിയും നിറഞ്ഞ ഒരു ഉയർന്ന തിരമാല പോലെയുള്ള മതിൽ ഒഴുകിയെത്തുന്നതും ബഹുനില കെട്ടിടമായ രസുവാഗാദി ബോർഡർ ചെക്ക് പോയിന്റിനെ മൂടുന്നതും വ്യക്തമാണ്. കൊല്ലപ്പെട്ടവരുടെയോ കാണാതായവരുടെയോ എണ്ണം ഇപ്പോഴും അവ്യക്തമാണ്. പ്രാദേശിക സമയം വെള്ളിയാഴ്ച രാവിലെ വരെ നേപ്പാൾ പോലീസ് പറയുന്നതനുസരിച്ച് കുറഞ്ഞത് 469 പേർ മരിച്ചു. എന്നാൽ ആയിരക്കണക്കിന് ആളുകളെ കാണാതായി എന്നതാണ് വസ്തുത. കടുത്ത വെള്ളപ്പൊക്കത്തിൽ ദുഃഖമുണ്ട് എന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറയുന്നു. പ്രകൃതിക്ഷോഭങ്ങൾക്ക് മുന്നിൽ മനുഷ്യൻ എത്ര നിസ്സാരനാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന വലിയൊരു ദുരന്തം. എത്രയോ ആയിരങ്ങൾ ഒഴുകിപ്പോയിട്ടുണ്ടാവാം. എങ്ങും മരണത്തിൻ്റെ ഗന്ധം പേറുന്ന വലിയൊരു ദുരന്തം. ഒരു രാജ്യമാകെ തരിച്ചു നിൽക്കുന്നു. കൊച്ചുനാൾ മുതൽ നമ്മൾ കേൾക്കുന്ന പേരുകളാണ് നേപ്പാളും മാനസരോവരും കൈലാസ യാത്രയുമൊക്കെ. അവിടേക്കൊക്കെ ഒരു യാത്ര പോവുക ഏതൊരു മലയാളിയുടെയും സ്വപ്നമാണ്. ഈ ദുരന്ത വാർത്ത വല്ലാതെ മനസ്സിനെ തകർക്കുന്നു. പ്രകൃതിയുടെ മഹാകോപത്തിൽ ജീവൻ പൊലിഞ്ഞുപോയ എല്ലാ സഹോദരങ്ങൾക്കും പ്രണാമം. ഇത്രയൊക്കെ കണ്ടും അനുഭവിച്ചും കഴിഞ്ഞിട്ടും മനുഷ്യന്റെ സ്വാർത്ഥതയ്ക്കൊരു കുറവുമില്ലല്ലോ എന്ന് പരിതപിക്കുന്നവരുണ്ട്. ടൂറിസത്തിന്റെ പേരിൽ നദീതീരം ഒന്നാകെ അധിനിവേശത്തിന് ശ്രമിക്കുന്ന മനുഷ്യർക്കുള്ള കൃത്യമായ പാഠമാണ് ഇത്തരം ദുരന്തങ്ങൾ. ഭയാനകവും അത്യന്തം ദാരുണവുമായ പ്രകൃതിയുടെ ഒരു ക്രൂര വിളയാട്ടം. നേപ്പാൾ ദുരന്തത്തിന്റെ യഥാർത്ഥ ചിത്രം ഇപ്പോഴും നമുക്ക് മുന്നിലെത്തിയിട്ടില്ല. നമുക്ക് മുന്നിൽ കടന്നു വരുന്ന മാധ്യമ വാർത്തകളും ദൃശ്യങ്ങളും ഒരു കാര്യം വ്യക്തമാക്കുന്നു: അതിഭയാനകമാണ് ആ ദുരന്തം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.